ഹായ് ഓൾ. അപ്പോൾ ട്രംപിന് നോബൽ സമ്മാനം കിട്ടാത്തതുകൊണ്ട് നല്ലൊരു താരിഫ് വാർക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചൈനയ്ക്കുള്ള താരിഫ് വാർക്ക് വന്ന സ്ഥിതിക്ക് എല്ലാ മാർക്കറ്റും ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയൊരു അത് നമുക്ക് ഗിഫ്റ്റ് നോക്കിയാൽ അറിയാം ഏകദേശം എവിടെ ഓപ്പൺ ആവുന്നുള്ളത്. ഓപ്പൺ ആവുന്നത് ഒറ്റ ലെവൽ മാത്രമേ നാളെ ഞാൻ നോക്കുന്നത് 25,000 എന്നുള്ളത്. 25,000 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നാളത്തെ ഒരു പ്രശ്നം. 25,000 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ഡൗൺഫാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല 25,000 മുകളിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഏകദേശം ഒരു 25,000-നും 25,100-നും ഇടയിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകാൻ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുന്ന പൊസിഷൻ കറക്റ്റ് ഒന്ന് നോക്കി നോക്കണം നാളെ കേട്ടോ. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലോ താഴത്തേക്ക് തന്നെ വരും. ഇത് 25,200 മുകളിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് നാളെ താഴത്തേക്ക് തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. നല്ല ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവുകയും വേണം. അത് 25,000-ന് തൊട്ട് മുകളിലാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പ്രതീക്ഷിക്കാം. അല്ല ഇനിയിപ്പോൾ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയ ശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് 25,000 കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,800 മാത്രമേ മാർക്കറ്റിന് ജസ്റ്റ് ഒന്ന് നിൽക്കാൻ സാധ്യതയുള്ളൂ. ഒന്ന് സ്റ്റേബിൾ ആവാനുള്ള സാധ്യത 24,800-ലായിരിക്കും. കാരണം 24,800-ൽ ഇനി മേജറായിട്ട് സപ്പോർട്ടുള്ളൂ. നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നാളെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നാളത്തെ കാര്യത്തിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയ ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിയിട്ട് 25,200-ലൊക്കെ എത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാവുന്നതാണ്. കാരണം തിരിച്ച് വരും അത് മാർക്കറ്റിൽ 25,250 ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. നാളെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി 25,200-ഉം 25,250. അപ്പോൾ അത്തരം ലെവലുകളിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഡൗൺ സൈഡിലേക്ക് വ്യൂ കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ ട്രേഡ് എടുക്കാം. നാളെ എന്തായാലും ഞാനൊരു 11 മണി വരെ മാർക്കറ്റിലുണ്ടാവും സജീവമായിട്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഓൺ ദ സ്പോട്ടിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റോക്കൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, നാളത്തെ ദിവസം സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം, രാവിലെ തന്നെ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം, ഗ്രൂപ്പിൽ കാണാം. ഓക്കെ.